ഗുരുതരമായ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഈ സംഘത്തിലെ ഒരു പ്രധാനി തന്നെ മാതൃഭൂമി ന്യൂസിലൂടെ വന്ന് പറയുമ്പോൾ അതിന് അർത്ഥതലങ്ങൾ ഒരുപാടുണ്ട്. ഒരുപാട് അന്വേഷണമൊക്കെ തന്നെ പോകേണ്ടി വരുന്ന ഒരു പ്രബല ഗ്രൂപ്പായി ഈ അമാന ഗ്രൂപ്പ് മാറുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നാമ്പുറങ്ങൾ എന്താണ് എന്നടക്കം വളരെ ഗുരുതരമായ കേസിൽ തിരയേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. മാത്രമല്ല, ഈ സംഭവം നടന്ന് 3 വർഷം കഴിഞ്ഞിട്ട് പോലും കുറ്റപത്രം നൽകിയിട്ടില്ല. അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു. ഇത്രയും രാജ്യം ഞെട്ടിത്തെരിച്ച കേസിൽ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ജോർജ് ജോസഫ് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും മൊയ്തീൻകുട്ടി പൊതുപ്രവർത്തകനും കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, ഇത് കേരളം കേട്ട് ഞെട്ടുന്ന സംഭവം. ഈ ഫൈസലിന്റെ ചരൽ ഫൈസൽ ഈ സംഘത്തിലെ പ്രധാനിയായിരുന്നു. എല്ലാ കാര്യങ്ങളും അതിന്റെ പിന്നാമ്പുറങ്ങളും അറിയാവുന്ന വ്യക്തി. പ്രബലമായ ഒരു ഗ്രൂപ്പ് ഈ രാമനാട്ടുകര കേസുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അമാന ഗ്രൂപ്പാണിത്. അമാന ഗ്രൂപ്പിന്റെ വളർച്ച, കഴിഞ്ഞ നാളുകളിലെ വളർച്ച, ആ ഗ്രൂപ്പിന്റെമായി ബന്ധപ്പെട്ട റഫീഖിന്റെ പ്രതികരണം നമ്മൾ കേട്ടു. പാതി വഴിക്ക് റഫീഖ് മതിയാക്കി ആ ശബ്ദം കട്ട് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഈ കേസ് സസൂക്ഷ്മമായി വീക്ഷിച്ചിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന വെളിപ്പെടുത്തലുകൾ വളരെ പ്രാധാന്യത്തോടു കൂടി പരിഗണിക്കേണ്ടതാണോ ശ്രീ ജോർജ് ജോസഫ്? തീർച്ചയായിട്ടും നമുക്കറിയാം, കേരളത്തിലേക്ക് എന്തുകൊണ്ടാണ് ഇതുമാത്രം സ്വർണ്ണങ്ങൾ അനധികൃതമായി കടത്തിക്കൊണ്ട് വരുന്നതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. കാരണം നേരത്തെ നമുക്കറിയാമല്ലോ, സ്വർണ്ണക്കടത്ത് കോൺസുലേറ്റ് വഴിയൊക്കെ നടത്തിയതാണ് കേരളത്തിൽ. ഇപ്പം കേരളത്തിൽ പൊതുവെ ഏകദേശം ഇന്ത്യയിലെ 3083 കിലോയാണ് 2022 അനധികൃതമായി കടത്തിക്കൊണ്ട് വന്നത്. പക്ഷേ കേരളത്തിലേക്ക് ഏകദേശം 690 കിലോ കേരളത്തിൽ മാത്രം, കരിപ്പൂർ എയർപോർട്ടും നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ കൂടെ മാത്രം 690 കിലോ സ്വർണ്ണമാണ് വന്നത്. ഈ വരുന്ന സ്വർണ്ണങ്ങളെല്ലാം കൊടുവള്ളി ഭാഗത്തേക്കാണ് പോകുന്നത്. കസ്റ്റംസിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ എയർപോർട്ടുകൾ വഴി വരുന്ന സ്വർണം പിടിച്ച് അതിന് ഫൈൻ അടിച്ച് അങ്ങനെ അങ്ങ് പോകുന്നു. പല കസ്റ്റംസ് ഓഫീസർമാരെയും 2023-22 കാലഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് കേരളത്തിലേക്ക് ഇതുപോലെ സ്വർണം അനധികൃതമായി വന്നുകൊണ്ടിരിക്കുന്നു? ഇത് നമ്മൾ ചിന്തിക്കണം. അത് കരിപ്പൂരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സ്വർണം ഇറക്കുന്നത്. ഇതിനകത്ത് കേരളത്തിലെ ഈ സ്വർണം വ്യാപാരികൾ ഏറ്റവും കൂടുതലുള്ളത് തൃശ്ശൂരാണ്. അത് സ്വർണ്ണ പണിയുന്നവരും തൃശ്ശൂരാണ്. സ്വർണ്ണം ഏറ്റവും ആവശ്യമുള്ള ഒരു ജില്ലയാണ് തൃശ്ശൂരും മലപ്പുറവും. ഇവിടെ സെൻട്രലൈസ് ആയാണ് ഈ കരിയർമാർ സ്വർണം കൊണ്ടുവരുന്നത്. ആ കൊണ്ടുവരുന്ന സ്വർണം കൃത്യമായിട്ട് ദുബായിൽ നിന്നും മറ്റിടത്തു നിന്നൊക്കെ ഇൻഫർമേഷൻ കിട്ടി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സ്വർണം വഴിക്ക് വെച്ച് അത് പൊട്ടിച്ചെടുക്കുന്ന വേറൊരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൽ നിന്ന് വീണ്ടും പൊട്ടിക്കുന്ന അനദർ ഗ്രൂപ്പ്. നമ്മൾ ഓരോ ദിവസം നോക്കുമ്പോൾ പുതിയ പുതിയ പയ്യന്മാർ ഇതിനകത്ത് വന്ന് ചേരുന്നതാണ്. തിരുവല്ലയിലെ നമുക്കറിയാം, അവിടെ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായ, ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ആക്റ്റീവായ തിരുവല്ലയിലെ ഒരു പയ്യൻ, പക്ഷേ സ്വർണം പൊട്ടിയതാണ് അയാളുടെ തൊഴിൽ. അയാളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തതുമുണ്ട്. ഏകദേശം 1.5 ലക്ഷം ഗ്രൂപ്പിനെ കുറിച്ച് താങ്കൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് നമ്മൾ മനസ്സിലാക്കാതെ ഇവർ ചെയ്യുന്ന പ്രവൃത്തി മുഴുവൻ ലക്ഷറി ആയിട്ടുള്ള ലൈഫും. കേൾക്കാമോ? കേട്ടില്ല. ഈ അമാന ഗ്രൂപ്പിനെ കുറിച്ച് താങ്കൾ ഈ പുറത്തേക്ക് വരുന്ന ഈ വെളിപ്പെടുത്തലുകൾ എത്രത്തോളം, അമാന ഗ്രൂപ്പിനെ കുറിച്ച് താങ്കൾ എന്തെങ്കിലും കേട്ടിരുന്നോ നേരത്തെ? അമാന ഗ്രൂപ്പിനെ പറ്റി നേരത്തെ അതിൻ്റെ റഫീഖ് എന്നയാൾക്ക് നേരത്തെ ഒരു കേസിലെ കടത്ത് കേസിലെ പ്രതിയാണ്. അയാൾക്ക് എങ്ങനെയാണ് ഇത്ര സാമ്പത്തികമായ ഇത്ര വളർച്ച ഈ പെട്ടെന്ന് ഉണ്ടായത്? ചരൽ ഫൈസലിൻ്റെ വെളിപ്പെടുത്തൽ നമ്മൾ കണ്ടല്ലോ. അതിനകത്ത് ആമനാട്ടുകരയിലെ 5 പേരുടെ മരണത്തിനിടയാക്കിയ 3-4 വാഹനങ്ങൾ വന്ന് ഇടിച്ചു മരിച്ചെന്നാണ് പറയുന്നത്. അത് സ്വർണം പൊട്ടിച്ചുകൊണ്ട് പോയത് തിരിച്ചു പിടിക്കാൻ നോക്കിയപ്പോഴാണ് ഈ കൂട്ടിയിടി ഉണ്ടായത്. അതിവേഗത്തിൽ പോയ വണ്ടികൾ കൂട്ടിയിടിച്ചെന്നൊക്കെ പറയുന്നു. പക്ഷേ അത് 5 പേരെങ്ങനെയാണ് മരണമടയ്ക്കുന്നത്? നേരത്തെ ചരൽ ഫൈസൽ തന്നെ അത് പറയുകയും ചെയ്തു. ആ പൊട്ടിയിടിനകത്ത് ഉണ്ടായിരുന്ന ഇതുപോലത്തെ ജോലി നന്നായിട്ട് അറിയാവുന്ന ആൾ തന്നെ പറയണം 5 പേരൊന്നിച്ച് മരിക്കാനുള്ള സാധ്യത. അതിനകത്ത് ഈ 5 പേരെന്ന് പറയുന്നത് ഇത് പിടിച്ച് അല്ലെങ്കിൽ ഈ സ്വർണം പൊട്ടിക്കാനായിട്ട് രണ്ടാമത് പൊട്ടിക്കാൻ ശ്രമിച്ചത് ആ വണ്ടിക്കകത്ത് കയറി പറ്റിയോ? അത് ഒരു 5 പേരുടെ വീട്ടിൽ ആ മരണമടഞ്ഞവരൊക്കെ ഏകദേശം 4.5 കോടി രൂപ ഗൾഫിൽ പിരിച്ചെടുത്തെന്നാണ് പറയുന്നത്. എന്നിട്ട് 4 വീട്ടുകാർ 5 ലക്ഷം രൂപ കൊടുത്തു. 25 ലക്ഷം രൂപ 4.5 കോടി പിരിച്ചെടുത്തത്
ആര് കൊണ്ടുപോയി നമുക്കറിയത്തില്ല. പക്ഷേ 25 ലക്ഷം രൂപ ആ മരണമടഞ്ഞ വീടുകളിലെ ആ വീട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ട്, 5 ലക്ഷം വെച്ച്. പക്ഷേ ഒരു വീട്ടുകാർ വാങ്ങിച്ചുമില്ല. അപ്പം റഫീഖ് ഈ സ്വർണ്ണക്കടത്ത് കേസിൽ നേരത്തെ പ്രതിയായിട്ടുള്ള ആളാണ്. ഇപ്പം നമ്മൾ വിചാരിക്കുന്നതിലും അമാന ഗ്രൂപ്പിൻ്റെ MD അയാൾക്ക് അമിതമായ സ്വത്ത് വന്ന് കയറിയിരിക്കുകയാണ്. അയാളുടെ പൂർവ്വചരിത്രം ഈ സ്വർണം പൊട്ടിക്കൽ നമ്മുടെ രാജ്യത്തേക്ക് കിട്ടേണ്ട കോടികളുടെ നികുതിയാണ് ചോരുന്നത് ഇത്തരത്തിൽ. അപ്പോഴും നോക്കൂ, ഈ പ്രമാദമായിട്ടുള്ള രാജ്യത്തെ ഞെട്ടിച്ച ഒരു സംഭവത്തിൽ 5 പേരുടെ ജീവൻ പൊലിഞ്ഞ സംഭവത്തിൽ ഇതുവരെയും കുറ്റപത്രം നൽകിയിട്ടില്ല. ഈ കേസിൽ എത്രത്തോളം ജാഗ്രതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. അവിടെയാണ് ഞാൻ ഈ ചോദിക്കുന്ന നെക്സസിന്റെ കാര്യം. ഈ 2-3 പുറത്തേക്ക് വന്ന കരിപ്പൂരിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് 3 പേരെ പിടികൂടുമ്പോൾ അവരിൽ ഒരാളുടെ മൊബൈൽ ഫോൺ പരിശോധിക്കുമ്പോൾ അതിൽ കാണുന്നത് ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടി ഷിഫ്റ്റാണ്. നോക്കണം, ഡ്യൂട്ടി ഷിഫ്റ്റ്, CSF ഉദ്യോഗസ്ഥരുടെ ഫോണുകൾ, അവരെ കോൺടാക്ട് ചെയ്തതിൻ്റെ വിവരങ്ങൾ. അപ്പോൾ ഈ നെക്സസ് ആണോ ഇവരെ സംരക്ഷിക്കുന്നത്? ഇതിൽ പോലീസിനുള്ള അല്ലെങ്കിൽ കസ്റ്റംസിനുള്ള അവരുടെ പങ്ക് കൂടി പരിശോധിച്ചാൽ അത് കസ്റ്റംസിനെ മാത്രം കുറ്റം പറയാൻ ഒക്കില്ല, പോലീസും ഉണ്ട് അതിനകത്ത്. കാരണം ഇതിനകത്ത് ഈ അർജുൻ ആയെങ്കിൽ ഗോൾഡ് പിടിച്ചു പറിച്ച ഒരു സ്വർണ്ണക്കടക്കാരൻ്റെ 2.5 കിലോ സോഡ് പാലക്കാട് വെച്ച് പിടിച്ചു പറിച്ചിട്ട് അർജുൻ ആയെങ്കിയെ പൂനെയിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്യുന്നത്. പാലക്കാട് ഒരു സർക്കിൾ ഇൻസ്പെക്ടർ അവിടെ പോയി അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. പക്ഷേ അയാളെ പറ്റിയും കുറേ DYFIക്കാർ അതിനകത്ത് ഇയാളുടെ അസോസിയേറ്റ് ആയിട്ടുണ്ട്. അതേപ്പറ്റി P. ജയരാജൻ്റെ മകൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നേരത്തേക്ക് ഇടുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ചില വ്യക്തികളെ ചില പാർട്ടിയിലെ DYFIക്കാർ സംരക്ഷിക്കും വരികയാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവരെ യഥാർത്ഥത്തിൽ DYFIക്കാരല്ല. സ്വർണ്ണം പൊട്ടിക്കലും മറ്റേതിനൊക്കെ പോയിട്ട് അവർക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് DYFIയുടെ അതിലോട്ടങ്ങ് മെമ്പർഷിപ്പ് എടുക്കണം. അതുകൊണ്ട് DYFI ഭാരവാഹികൾ കൃത്യമായിട്ട് നോക്കണം ഇത്. കാരണം അത് P. ജയരാജൻ്റെ മകൻ തന്നെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ DYFIയുടെ പേര് മോശമാക്കാൻ ഇതുപോലുള്ള പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. കാരണം അതുകൊണ്ട് അതിന് ശക്തമായ നടപടി അങ്ങനെയുള്ളവരെ പാർട്ടിയിൽ നിന്ന് മാറ്റാനായിട്ട് DYFI ഭാരവാഹികൾ ശ്രമിക്കണം, അത് കണ്ടെത്തണമെന്ന് ഞാൻ പറയണേ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും DYFIക്കാരാണ് അല്ലെങ്കിൽ CPMകാരാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകണം. അപ്പോൾ ഇപ്പോഴും നമുക്കറിയാം, മലപ്പുറത്ത് അവിടെ സ്വർണം കൊണ്ടുപോകുന്ന ഗ്രൂപ്പിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സ്വർണ്ണങ്ങളെ അവിടെ ഉരുക്കുന്ന ഒരാളാണ് പോലീസിൽ, ഉണ്ണി എന്ന് പറഞ്ഞയാൾ. അയാളുടെ വീടൊക്കെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ കാണിക്കുകയും TV-യിലൊക്കെ കാണുകയും ചെയ്തു. അമിതമായ സ്വത്ത് അയാൾ വരുത്തി, അയാൾക്ക് കുമിഞ്ഞു കൂടിയിട്ടുണ്ട്. രണ്ടാമത് അയാളാണ് ഈ സ്വർണം കൊണ്ടിരുന്നത്, അത് ഉരുക്കി അതിനകത്ത് യഥാർത്ഥ സ്വർണ്ണമായിട്ട് മാറ്റി പോലീസിനെ ഏൽപ്പിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ അത് പോലീസ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം തൊണ്ടി സാധനത്തിന് രൂപമാറ്റം വരുത്തുന്നത് ശരിയല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല പോലീസ്. പിന്നെ എന്തിനാണ് ഈ പ്രക്രിയയ്ക്ക് പോലീസ് പോകുന്നത്? പോലീസ് വകുപ്പിലോ പോലീസ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സിലോ എങ്ങും ഇങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. അങ്ങനെ നിയമപരമായിട്ട് അല്ല അത് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ചില മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട് ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക്. ഇവിടെയാണ് കർശനമായ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഏതായാലും DGP കഴിഞ്ഞ ദിവസം പറഞ്ഞ് സ്വർണം പൊട്ടിക്കുന്നതിൻ്റെ അവർക്കെതിരായിട്ട് അതിയായ ശക്തമായ നടപടി പോലീസ് തന്നെ എടുക്കുമെന്ന് പറയുന്നുണ്ട്. അത് കസ്റ്റംസിനല്ല ചെയ്യേണ്ടത്, അത് ലോ ആൻഡ് ഓർഡറിൻ്റെ പ്രശ്നത്തിൽ വരുന്ന കാര്യമാണ്, പോലീസ് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ പോലീസ് ചെയ്ത് അതിനകത്ത് കമ്മീഷൻ അടിച്ച് അത് ഉരുക്കി നല്ല സ്വർണവും ചീത്ത സ്വർണ്ണമായിട്ട് മാറ്റുന്ന പ്രക്രിയയൊന്നും പോലീസിന്റെ ജോലിയല്ലത്. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ളതാണ്. കാരണം എത്രയോ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിന്റെ മഞ്ഞളിപ്പ് എത്രത്തോളം, ഇത് ഏതൊക്കെ കേന്ദ്രങ്ങളിലേക്ക് ബാധിക്കുന്നതാണ്, ഇതിന്റെ വേരുകൾ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ സ്വർണ്ണം ഒരു സജീവ ചർച്ച വിഷയമാകുമ്പോഴാണ് മാതൃഭൂമി ന്യൂസ് ക്യാമ്പയിൻ നടത്തുകയും ഇങ്ങനെ വെളിപ്പെടുത്തലുകൾ വരികയും ചെയ്യുന്നത്. താങ്കളിലേക്ക് മടങ്ങിയെത്തപ്പോൾ മൊയ്തീൻ കുട്ടി, പൊതുപ്രവർത്തകൻ ശ്രീ മൊയ്തീൻ കുട്ടി, ഇതിന്റെ പിന്നാമ്പുറ കഥകൾ നന്നായിട്ട് അറിയാവുന്ന ഈ കുടുംബങ്ങളുമായിട്ട് ബന്ധമൊക്കെ ഉള്ള ആളാണ് താങ്കൾ, ഈ മരണപ്പെട്ടവരുടെ. ഇതിലെ നെക്സസ് എങ്ങനെയാണ്? ഈ അമാന ഗ്രൂപ്പ് എത്രത്തോളം പ്രബലരാണ്? ഈ കേസിൽ അവരെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ ചരൽ ഫൈസലിന്റെ വാക്കുകൾക്ക് എത്രത്തോളം നമ്മൾ വില നൽകേണ്ടി വരും, വില കൊടുക്കേണ്ടി വരുന്നതാണ്? നമുക്ക് അറിയാവുന്നതുപോലെ 2021 ജൂൺ 21 പുലർച്ചെയാണ് വെല്ലപ്പുഴ പ്രദേശം ഈ ഒരു ദാരുണമായ സംഭവത്തെക്കുറിച്ച് കേൾക്കുന്നത്. അപ്പോൾ അവിടെ റിട്ടയർഡ് SP സാർ പറഞ്ഞതുപോലെ ചരൽ ഫൈസലൊക്കെ ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത് പോലെ ഒരു വാഹനത്തിൽ സഞ്ചരിച്ച 5 പേരും ഓൺ ദ സ്പോട്ടിൽ മരിക്കുക എന്ന് പറയുന്നതിൽ തന്നെ ഒരു നിഗൂഢതയുണ്ട് എന്ന് ഇപ്പോൾ മാതൃഭൂമി പുറത്തു
വന്നുകൊണ്ടിരിക്കുന്ന ഈ എക്സ്ക്ലൂസീവ് വാർത്തയിലൂടെ പുറം ലോകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ഈ കാലത്ത് ഇത്തരം സ്വർണ്ണ കേസുകൾ നടത്തിയിരുന്നത് ഇപ്പോൾ ഭരണകക്ഷി MLA ആയിരുന്ന അൻവർ സൂചിപ്പിച്ചതുപോലെ SP സുജിത് ദാസിൻ്റെ കാലത്തുകൂടി സംഭവിച്ച ഒരു സംഭവമാണ്. ഇവിടെ കൃത്യമായ മൗലികാവകാശ ലംഘനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ഒറ്റയടിക്ക് നമുക്ക് ബോധ്യപ്പെടും. ഒന്ന്, ഈ കുടുംബങ്ങൾക്ക് ഇതുവരെയും നമ്മൾ ഈ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട ഈ കുടുംബങ്ങൾക്ക് ഇതുവരെയായിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. അതുപോലെ 3 വർഷമായി നടന്നിട്ടുള്ള ഈ പ്രമാദമായ സംഭവത്തിൻ്റെ കുറ്റപത്രം ഇതുവരെയും സമർപ്പിക്കപ്പെട്ടിട്ടില്ല. ശ്രീ മൊയ്തീൻകുട്ടി, ആർക്കാണ് പിടിവാശി? ഇത്രയും പേർ മരണപ്പെട്ട കേസിൽ ഇത്രയും ആളുകൾ അറസ്റ്റിലായി, അവരുടെ മൊഴി രേഖപ്പെടുത്തിയോ? കാര്യമായിട്ട് ഇത്രയും നാളായിട്ട് പോലീസിന് ഇതുകൊണ്ട് അതിന്റെ സർക്കംസ്റ്റാൻസസ് എവിഡൻസ് പരിശോധിച്ചോ? കുറ്റപത്രം നൽകാമെന്ന രീതിക്ക് കുറ്റപത്രം നൽകുന്നില്ല, ഇഴച്ചിലുണ്ട്. ഇതിന് പിന്നിൽ ആരെന്നാണ് നിങ്ങളെപ്പോലെയുള്ളവർ സംശയിക്കുന്നത്? തീർച്ചയായിട്ടും നമുക്ക് ഈ മരണപ്പെട്ട കുടുംബാംഗങ്ങളെ പരിശോധിച്ചാൽ തന്നെ നമുക്കൊരു കാര്യം ബോധ്യപ്പെടും. വളരെ സാധാരണക്കാരായ കുടുംബങ്ങളാണ്. ഇവർക്ക് വേണ്ടി ഇതിനുവേണ്ടി രംഗത്ത് വരുവാൻ പറ്റിയ ആളുകൾ ആരുമില്ല. സ്വാഭാവികമായും എന്തോ മറച്ചു വെക്കപ്പെടേണ്ടതുണ്ട് എന്ന് പോലീസിൻ്റെ ഷാഢ്യമാണ് ഈ കേസ് ഒരടി പോലും മുന്നോട്ട് പോകാത്തത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ മാതൃഭൂമി വരെ ഈ വാർത്ത ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത് അതിലൊരു പ്രതിയുടെ വെളിപ്പെടുത്തലാണ്. അതായത് ഇരകൾക്ക് വേണ്ടി ശബ്ദിക്കുവാൻ ആളിതായപ്പോൾ ഒരുപക്ഷെ അവരുടെ കൂട്ടത്തിൽ അവർ 3 വാഹനങ്ങളിലായിട്ടാണ് പോയിരുന്നത് എന്നാണ് ആ കാലത്ത് നടന്ന കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ബോധ്യപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഏതോ ഒരു ഗ്രൂപ്പിന് വേണ്ടി ആയിരിക്കണമല്ലോ ഈ സ്വർണ്ണം ഡയറക്റ്റ് പറഞ്ഞാൽ ഈ അമാന ഗ്രൂപ്പിന് വേണ്ടിയാണ്. അമാന ഗ്രൂപ്പിലെ ഈ പറയുന്ന വ്യക്തി, ഈ റഫീഖ് എന്ന് പറയുന്നത് സ്വർണ്ണക്കടത്തിൽ നേരത്തെ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസിലെ പ്രതിയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് മാധവ് ന്യൂസിനോട് പറഞ്ഞത്, ഗോൾഡ് ബിസിനസ് ആണെന്ന് ഗൾഫിൽ. ഇപ്പോൾ ഒരുപാട് നാട്ടിൽ ഗോൾഡ് ബിസിനസ് നടത്തുന്ന എത്രയോ പേരുണ്ട്, അവരിലേക്കൊന്നും ഇത്തരം കാര്യങ്ങൾ ചെല്ലുന്നില്ല. അപ്പോൾ ഇതിന്റെ പിന്നിൽ കൃത്യമായി ആരോ സംരക്ഷിക്കുന്നുണ്ട്. അത് ഈ സർക്കാരിലെ പല ഉന്നതന്മാരാണോ? ഇപ്പോൾ ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥരടക്കമുള്ള നെക്സസിന്റെ ഫലമാണോ? കസ്റ്റംസിലെ കണ്ണികളാണോ? അങ്ങനെ എന്താണ് അങ്ങ് സംശയിക്കുന്നത്? തീർച്ചയായിട്ടും ഇതിൽ ഏതോ ഒരു പ്രബല ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ലല്ലോ. അത് ആരാണ് എന്നുള്ളത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനായിരുന്നു. പക്ഷെ ആ പോലീസിന് അത്തരമൊരു ഗ്രൂപ്പിനെ കുറിച്ചുള്ള വിവരം പുറത്തു വരരുത് എന്നുള്ളത് ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ പോലീസാണ് എന്നുള്ളത് നമുക്ക് 100% ഉറപ്പാണ്. കാരണം ഇതിലെ 5 ആളുകൾ മരണപ്പെട്ടാലും ബാക്കി 65ഓളം പ്രതികൾ ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഇവരിലൂടെ യഥാർത്ഥത്തിൽ ഈ കേസ് തെളിയിപ്പിക്കാൻ ഒരു പ്രയാസമല്ല. കേരളത്തിലെ പോലീസിൻ്റെ കഴിവിനെയും കാര്യക്ഷമതയെയും കുറിച്ച് അറിയാത്ത ആളുകളല്ല നമ്മൾ. അപ്പോൾ സ്വാഭാവികമായും ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കേസ് മൂടിവെക്കപ്പെട്ടിരിക്കുന്നത്? സ്വാഭാവികമായി ഈ കുടുംബങ്ങൾക്ക് കിട്ടേണ്ട നീതി എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ളത് ഇനിയും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, മാതൃഭൂമിയോട് പ്രത്യേകം നന്ദി പറയുവാനുള്ളത് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ പറയുന്ന കരിപ്പൂർ എയർപോർട്ടിലുള്ള സ്വർണ്ണക്കടത്ത് എന്നാണ്. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ മലപ്പുറം എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ആ ഒരു സ്വർണ്ണക്കടത്തിൻ്റെ ഒരു നിഗൂഢത പ്രത്യേകിച്ച് ഇപ്പോൾ കൊടുവള്ളി കേന്ദ്രമാക്കി എന്നിവിടെ അതിൻ്റെ ചില വെളിപ്പെടുത്തലുകൾ വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരടക്കം പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഉൾപ്പെടുന്ന ഒരു കേസാണ് ഇത് എന്ന് നമുക്ക് ഫൈസലിൻ്റെ മൊഴിയിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ ഈ ഫൈസൽ ഇപ്പോൾ ഉണ്ട്, ആ പ്രതി തന്നെ പറയുന്നു ഇങ്ങനെ ആണ് ചെയ്തിട്ടുള്ളത്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വസ്തുതകൾ ആരാണ് പരിശോധിക്കേണ്ടത്? ഇങ്ങനെ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും അറിയാവുന്ന രഹസ്യങ്ങളുണ്ടോ? ഈ അമാന ഗ്രൂപ്പ് ഇവരെ ഡയറക്റ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമീപിക്കുന്നതുമായി ബന്ധപ്പെട്ടും അവർക്കൊക്കെ ഇവരുമായി ബന്ധപ്പെട്ട് ഈ പ്രബലരാണല്ലോ, ഇതിൽ ഒരാളുടെ കുടുംബം ഈ പൈസ വിസമ്മതിച്ചു വാങ്ങാൻ. അപ്പോൾ ഈ ഗ്രൂപ്പ് ഡയറക്റ്റായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് നീക്കങ്ങൾ നടത്തിയതായിട്ട് എന്തെങ്കിലും വിവരങ്ങൾ ഈ കുടുംബങ്ങൾക്ക് പുതുതായി എന്തെങ്കിലും പറയാനുണ്ടോ? ഈ കുടുംബങ്ങൾ പറയുന്നത് പല ആളുകൾക്കും ഒരു ഭയപ്പാടുണ്ട്. കാര്യങ്ങൾ നിങ്ങൾക്ക് മാതൃഭൂമിയുടെ ആളുകൾക്ക് തന്നെ അതിനെക്കുറിച്ച് ബോധ്യപ്പെട്ടതാണ്. അവരുടെ മുഖം കാണിച്ചുകൊണ്ട് ഇത്തരമൊരു വാർത്ത ചെയ്യുന്നതിൽ അവർക്ക് ഭയപ്പാടുണ്ട്. അവരാരെയാണ് ഭയപ്പെടുന്നത്? അവർക്കല്ലെങ്കിൽ ആരാണ് ധൈര്യം നൽകേണ്ടത്? അത് നമ്മുടെ നിയമ സംവിധാനമാണ്. ആ നിയമ സംവിധാനം തന്നെ അവർക്ക് കൃത്യമായ ഒരു ധൈര്യം നൽകാത്തത് ഒരുപക്ഷെ ഈ കേസിനെ വഴിമുട്ടിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
സ്വാഭാവികമായും അവർക്ക് ഒരു ലീഗൽ ഒപ്പീനിയൻസ് കൊടുത്തുകൊണ്ട് അവരെ കരുത്തരാക്കിക്കൊണ്ട് അവരുടെ മക്കൾക്ക് പറ്റിയ ഈ ദാരുണ അന്ത്യത്തിൻ്റെ ഇന്നതാണ് സംഭവിച്ചിട്ടുള്ളത് അവരെ ബോധ്യപ്പെടുത്തേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ സർക്കാരിനുണ്ട്, നമ്മുടെ പോലീസിനുണ്ട്, നമ്മുടെ സംവിധാനങ്ങൾക്കുണ്ട്. നമുക്ക് കൃത്യമായ ഒരു അനുമാനങ്ങൾ ഇന്ന ഗ്രൂപ്പാണ് എന്ന് പറയുവാൻ ഈ സമയത്ത് നമുക്ക് സാധ്യമല്ല. കാരണം അത്തരം തെളിവുകൾ നമ്മുടെ കയ്യിലില്ല. തെളിവുകൾ വേണം. പക്ഷേ തെളിവുകളിലേക്ക് വരുമ്പോൾ ഈ വെളിപ്പെടുത്തൽ നടത്തുന്നത് ആ സംഘത്തിലെ അംഗമാണ്. അദ്ദേഹം ഒരു പ്രതിയാണ്, അദ്ദേഹത്തിന്റെ വാക്കുകൾ. പക്ഷേ ഇത് ആരാണ് ചെയ്യേണ്ടത്? ഒരു സ്റ്റേറ്റ് ആണ് അത് ചെയ്യേണ്ടത്. സ്റ്റേറ്റ് അന്വേഷിക്കണം. കാരണം ഇതിലൊരു പുതിയ വെളിപ്പെടുത്തൽ വരുമ്പോൾ പോട്ടെ, ഒരു അന്വേഷണം എന്നതിനപ്പുറത്തേക്ക് നിലവിലെ ഈ അന്വേഷണം പോലും എങ്ങും എത്തുന്നില്ല, ഇഴയുകയാണ്. അപ്പോൾ ആരൊക്കെ ഇതിന്റെ പിന്നിലുണ്ട്, അത് ആരാണെന്ന് കണ്ടുപിടിക്കണം. ശ്രീ ജോർജ് ജോസഫ്, ഇതെന്താ വെള്ളരിക്കപ്പെട്ടണമാണോ? കാരണം മുഖ്യമന്ത്രി വളരെ ആർജവത്തോടുകൂടി ഒരു ദേശീയ മാധ്യമത്തിന് ഇതിന്റെ കണക്കുകൾ സഹിതം സ്വർണത്തിന്റെ വരവും പോക്കും അതെവിടേക്കാണെന്നൊക്കെ പറയുമ്പോൾ ഇത്തരം ഒരു കേസിന്റെ പുരോഗതിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഗൗരവമായിട്ടുള്ള ഒരു ഇത് വേണ്ടേ? ആഭ്യന്തര വകുപ്പ് അദ്ദേഹമാണല്ലോ ഭരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അന്വേഷണം വേണം, ഇരയ്ക്ക് പ്രൊട്ടക്ഷൻ നൽകണം. കാരണം ഇന്ന് അവർ മുഖം വെളിപ്പെടുത്താതെ അവർക്ക് ഭയമാണ്. വലിയ ഗ്രൂപ്പാണ് ഇവരൊക്കെ, സുപ്രഭാതത്തിൽ ആരെയും കൊല്ലാൻ മടിക്കാത്തവരാണ്. അപ്പോൾ അവരെക്കുറിച്ചുള്ള അന്വേഷണം വേണം, ഇരകൾക്ക് പ്രൊട്ടക്ഷൻ നൽകണം, തെളിവുകൾ എവിടെയൊക്കെ എടുത്തിട്ടുണ്ടോ, എന്തുകൊണ്ട് കുറ്റപത്രം വൈകുന്നു, അതിലെന്താണ് പ്രതിസന്ധി, ഇതൊക്കെ ഒരു സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമല്ലേ ശ്രീ ജോർജ് ജോസഫ്? തീർച്ചയായിട്ടും. കാരണം ഈ രാമനാട്ടുകരയിൽ ആ മരണമടഞ്ഞവരുടെ കോസ് ഓഫ് ഡെത്ത്, മരണകാരണം എന്താണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിയണം. അത് ചരൽ ഫൈസൽ പറയുന്ന പോലെ തന്നെ ആ ഒരു കൊളൂഷൻ ഉണ്ടായ സമയത്ത് 5 പേർ ഒന്നിച്ചു മരിക്കാനുള്ള സാധ്യത ഇല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ നിഗമനം. കാരണം ആ കേസിനകത്ത് അതുപോലെ കേസിൽ ഉൾപ്പെട്ട വ്യക്തിയാണ്. അതേസമയത്ത് മരണകാരണം നമുക്കറിയണം. ആ വീട്ടുകാർക്ക് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. 3.5 വർഷമായിട്ട് അറിയില്ല നമുക്ക്. അതുകൊണ്ട് നമ്മൾ ആ കാര്യം പോലീസ് ശ്രദ്ധിക്കണം. ഇത് ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾക്കറിയാമല്ലോ കോഴിക്കോട്ടെ മാമിയുടെ തിരോധാനം, അത് ഇതുപോലുള്ള ഗ്രൂപ്പുകൾ പലരെയും തട്ടിക്കൊണ്ടുപോയി, പിന്നെ അവരെ കാണാനില്ല. പിന്നെ അവിടെ ഈ സ്വർണം കടത്തുമായിട്ട് ബന്ധപ്പെട്ട് അറിയാമല്ലോ, ഒരു പയ്യനെ അവരെ വീടിന് വിളിച്ചുകൊണ്ട് പോയിട്ട് കാണാതെ വന്നു. അത് അൻവർ പറയുകയും ചെയ്തത്. അയാളെ പിന്നെ ഒരാഴ്ചയ്ക്ക് ശേഷം ആ വീടിനടുത്തുള്ള മലയെ കൊണ്ടുപോയി അത് അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് വെടിവെച്ച് കൊന്നവിടെ ഇട്ടു. അപ്പോൾ അത് ഈ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ആ വീട്ടുകാർ, മരണപ്പെട്ട ആ പയ്യൻ്റെ ഭാര്യയും വീട്ടുകാരും പറയണു അത് സ്വർണ്ണക്കടത്താണ്. അതേസമയത്ത് ഇയാളെ വിളിച്ചുകൊണ്ട് പോയ പയ്യനെ അയാളുടെ ജോലിക്കാര്യം ഇവൻ തെറിപ്പിച്ചു, അതുകൊണ്ടാണ് ഇവന് കൊന്നതെന്ന്. ഇത് രണ്ടുമല്ല എന്ന് 2 കൂട്ടരും പറയുന്നുണ്ട്. എന്തിനാണ് ആ പയ്യനെ കൊന്നത്? അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ 2 എണ്ണം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അത് ആ മൊബൈൽ ഫോണിനകത്ത് സ്വർണ്ണക്കടത്തിൻ്റെ കുറേ അധികം ഡീറ്റെയിൽസ് ഉണ്ട്. അതുകൊണ്ട് അയാളെ കൊന്നുകളഞ്ഞു. അതുപോലെ മാമിയുടെ തിരോധാനം. അപ്പം പല സ്ഥലത്തും നമുക്കറിയാം സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ കൊലപ്പെടുത്തുന്നുണ്ട്. അതിന് പ്രബലമായൊരു ഗ്രൂപ്പ് അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കൊടുവള്ളിയിലെ ഒരു ഗ്രൂപ്പും ഇപ്പം നമുക്ക് അമാൻ ഗ്രൂപ്പിനെ ആണ് നമ്മളിപ്പം വെളിയിലോട്ട് വന്നിരിക്കുന്നത്. വളരെ ചുരുക്കം കാലം കൊണ്ട് വളരെയധികം പണം ഉണ്ടാക്കി വലിയൊരു ഗ്രൂപ്പിൻ്റെ MD ആയിട്ട് ആ സ്വർണ്ണക്കടത്ത് 4-5 സ്ഥലങ്ങളിൽ അവർക്ക് വിദേശത്ത് സ്വർണ്ണ വ്യാപാരമുണ്ട്. ആ രീതിയിൽ വളർന്നു കഴിഞ്ഞു. അപ്പോൾ സ്വർണ്ണക്കടത്ത് മെയിനായിട്ട് ഇന്ത്യയിലേട്ടാണ് കൂടുതലും കടത്തുന്നത്. അതിന് ഇവിടുന്ന് പണം ഉണ്ടാക്കിയിട്ട് ആ ബ്ലാക്ക് മണിയായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ കാണുന്നത്. അപ്പം ഈ ഒരു ഗ്രൂപ്പല്ല, നമുക്കിത് ഒതുക്കിയേ പറ്റുള്ളൂ. ഏതായാലും DGP കഴിഞ്ഞ ദിവസം ആ സ്വർണ്ണക്കടത്ത് കേസും വീണ്ടും സജീവമായിട്ട് അന്വേഷിക്കും എന്ന് പറഞ്ഞു. കാരണം ഇതിനെ സംബന്ധിച്ചോളം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾക്കൊക്കെ ചെറിയ ചെറിയ അറിവുകൾ മാത്രമേ ഉള്ളൂ. ചെറുതായിട്ട് പൊട്ടിക്കുന്നു, സ്വർണം പിടിക്കുന്നു എന്നൊക്കെ കേസുകൾ മാത്രമേ നമ്മൾ പത്രവാർത്തകളിലൊക്കെ അറിയുന്നു. പക്ഷെ അതിനേക്കാൾ ഭയാനകമാണ്, നമ്മൾ മനസ്സിലാക്കുന്നതിനും അപ്പുറത്താണ് ഈ ഖനികളെ പോലെ തന്നെ ഈ സ്വർണ്ണക്കടത്തുകാർ ഈ നാട്ടിൽ ഇങ്ങനെ വിഹരിക്കുന്നുണ്ട്. അതിന് ഉദ്യോഗസ്ഥ ഒത്താശയുണ്ട്. ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ ഇവർക്ക് ബന്ധമുണ്ടോ എന്ന് അടക്കം നമ്മൾ പരിശോധിക്കണം. ഉദ്യോഗസ്ഥ നെക്സസ് ഉണ്ട്. കാരണം ഭരണപക്ഷിയിലെ ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുന്ന ഒരു MLA ഇന്നിപ്പോൾ പറഞ്ഞതെന്താണ്? മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്വർണ്ണക്കടത്തിന്റെ പങ്കുകാരനെന്ന്. അപ്പോൾ ചെറിയൊരു ആരോപണമല്ല, അത് ഗുരുതര ആരോപണം ആണ്. അല്ലെങ്കിൽ തെറ്റില്ല എങ്കിൽ
അൻവറിനെതിരെ നടപടിയെടുക്കണം, ഇതിന്റെ വസ്തുതകൾ പരിശോധിക്കണം, ഈ കേസിന്റെ ദുരൂഹതകൾ മനസ്സിലാക്കണം. ഈ കേസിൽ എന്തുകൊണ്ട് ഇത്രയും നാൾ കുറ്റപത്രം നൽകുന്നില്ല? ഈ അമാന ഗ്രൂപ്പ് എന്നത് പ്രബലമായ ഗ്രൂപ്പാണെങ്കിൽ ഇത്രയും ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ ഇത്രയും ഭീമമായ സ്വത്തുക്കൾ എങ്ങനെ സമ്പാദിച്ചു എന്ന് അന്വേഷിക്കണം. എന്തിനും ഏതിനും ഓടിയെത്തുന്ന കേന്ദ്ര ഏജൻസികൾ, ED ഉൾപ്പെടെയുള്ളവർ, അവരിത് കാണുന്നില്ലേ? എന്താണ് ഈ നാട്ടിൽ സംഭവിക്കുന്നത്? വളരെ ഗുരുതരമായ ഒരുപാട് ചോദ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന്റെ ഇന്നത്തെ വെളിപ്പെടുത്തലിലൂടെ പുറം ലോകത്തേക്ക് വെക്കുകയാണ്. ചെറിയ ഇടവേളെടുത്ത ശേഷം നമുക്ക് അതിവേഗം ചർച്ചയിലേക്ക് തിരികെ. ശ്രീ മൊയ്തീൻ കുട്ടി, ഒരു പ്രതി വന്ന് വെളിപ്പെടുത്തുകയാണ് ഒരുപാട് കാര്യങ്ങൾ. അതിലൊരു ഈ പ്രബലമായ ഒരു ഗ്രൂപ്പാണ് ഇതിന്റെ പിന്നിൽ എന്ന് പറയുമ്പോൾ, അമാന ഗ്രൂപ്പ്, ഇക്കാര്യത്തിൽ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കണം. കാരണം ഈ 5 പേർ മരണപ്പെട്ട ഒരു സംഭവമാണ്. അതിൽ നീതി ഉണ്ടാകണം, ഉത്തരമുണ്ടാകണം. അന്വേഷണം വഴിമുട്ടിയെങ്കിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് മുന്നോട്ട് പോകണം. ഇവരുടെ കുടുംബങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകി അവരിൽ നിന്നും അടക്കം മൊഴി രേഖപ്പെടുത്തണം, ഇതിന്റെ പിന്നാമ്പുറങ്ങൾ തേടി. അങ്ങനെയുള്ള ശ്രമങ്ങൾ നിങ്ങളടക്കമുള്ള പൊതുപ്രവർത്തകർ നടത്തുന്നുണ്ടോ? ഇനി എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ടും പുതിയ വെളിപ്പെടുത്തൽ വരുന്ന സാഹചര്യത്തിൽ നീക്കങ്ങൾ? തീർച്ചയായിട്ടും അത്തരമൊരു നീക്കം നടത്താൻ തന്നെയാണ് നമ്മൾ നാട്ടുകാരെന്ന നിലക്കും പൊതുപ്രവർത്തകരെന്ന നിലക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കുടുംബങ്ങൾ അവർ വല്ലാത്തൊരവസ്ഥയിലാണ്. കാരണം അവർക്ക് നഷ്ടപ്പെട്ടു പോയത് അവരുടെ കുടുംബങ്ങളുടെ അത്താണിയാണ്. പക്ഷേ അവർ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു തെറ്റായ കാര്യത്തിന് പോയി ജീവൻ നഷ്ടപ്പെട്ടവർ എന്ന ഒരു ധ്വനിയാണ് സമൂഹം ഇതുവരെ കണ്ടിട്ടുള്ളത്. സ്വാഭാവികമായും അവർക്ക് കിട്ടേണ്ട ഒരു സാമൂഹ്യ നീതി, ആ നീതി ഇവിടെ മനുഷ്യാവകാശം ഇല്ലാതെയായിരിക്കുകയാണ്. കാരണം ഒരു കുറ്റവാളിക്ക് പോലും കിട്ടേണ്ട ചില സാമൂഹ്യ നീതികളെക്കുറിച്ച് നമ്മൾ നിരന്തരം സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് എങ്ങനെയാണ് അവർ മരിച്ചത് എന്ന് അറിയേണ്ടതിലേക്ക് തെളിവുകൾ ലഭിക്കേണ്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെ ഈ കുടുംബങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് തന്നെ അതിൽ വലിയ ഗൗരവമുണ്ട്. പ്രത്യേകിച്ച് ഇവർ അവസാനമായി ആരോടൊക്കെ സംസാരിച്ചു, അവരുടെ ഫോണിലേക്ക് ആരൊക്കെയാണ് വിളിച്ചിട്ടുള്ളത്, ഇങ്ങനെ ആ കുടുംബത്തിന് ഏറ്റവും മിനിമം അറിയേണ്ട വിവരങ്ങൾ പോലും പോലീസ് കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ, പോലീസും നമ്മുടെ സ്വർണ്ണക്കടത്തും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്നുള്ളതിലേക്ക് ഉറപ്പ് നൽകുന്ന രീതിയിലാണ്. സമയക്കുറവുള്ളതുകൊണ്ടാണ്. അതാണ് വളരെ ഗൗരവമേറിയ വിഷയം. ശ്രീ ജോർജ് ജോസഫ്, അവസാനമായി ഈ വിഷയങ്ങളെ നമ്മൾ എങ്ങനെ ഗൗരവത്തോടെ സമീപിക്കേണ്ടതാണ്? ഈ അന്വേഷണ ഏജൻസികളും ഇപ്പോൾ നിലവിൽ അന്വേഷണം നടത്തുന്ന ആളുകളൊക്കെ വളരെ ചുരുക്കി. അല്ല, ഇതിനകത്ത് നമ്മൾ 2023 കാലഘട്ടത്തിൽ ഏതായാലും നമുക്കറിയാമല്ലോ ഈ നമ്മുടെ UAE കോൺസുലേറ്റിൽ കൂടെ സ്വർണം കടത്തിയത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നത് ഒരു പ്രബലമായ ശക്തി ഇതിൻ്റെ പിന്നിലുണ്ട്. അത് പൊളിക്കാതെ ഇത് അടങ്ങത്തില്ല. കാരണം അന്ന് 44 പ്രതികളെ അതിനകത്ത് പല സ്ഥലത്തുമായിട്ട് ഈ സ്വർണം വാങ്ങിച്ചവർ, മലപ്പുറത്ത് കൊടുവള്ളി ഉള്ളവരൊക്കെ, അപ്പോൾ 44 പ്രതികളെ മൊത്തം അവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. 66 കോടി രൂപയുടെ ഫൈനാണ് ഇമ്പോസ് ചെയ്തത്. ശിവശങ്കറിന് 50 ലക്ഷം രൂപ ഇമ്പോസ് ചെയ്തത്. സ്വപ്നയ്ക്ക് 6 കോടിയാണ്. അതുപോലെ കസ്റ്റംസ് പ്രിവൻറ്റീവ് ഓഫീസർമാർ 2 പേരെ അതുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കോൺസുലേറ്റ് ജനറൽ 2 പേർക്ക് 6 കോടി വെച്ച് ഫൈൻ ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 66 കോടിയാണ് അന്ന് ഫൈൻ തന്നെ കസ്റ്റംസ് ഇമ്പോസ് ചെയ്ത്. അത് വന്നത് എങ്ങനെയാണ്? കോൺസുലേറ്റിൽ കൂടെ. അപ്പോൾ എത്ര ശക്തിമത്തായ ഒരു ഗ്രൂപ്പാണ് ഈ സ്വർണ്ണക്കടത്തിൻ്റെ പിന്നിൽ നമുക്ക് മനസ്സിലാവും. നമുക്കത് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇത് ബ്രേക്ക് ചെയ്തേ പറ്റുള്ളൂ കേരളത്തിൽ. കാരണം ഇതിനകത്ത് പല ആൾക്കാരുടെ ജീവൻ അപകടത്തിലാകുന്നു. ഗൾഫിൽ നിന്നൊക്കെ പണമില്ലാതെ വരുമ്പോൾ ടിക്കറ്റിന് വേണ്ടി സ്വർണം കടത്തി വന്ന് ഇവിടെ ജയിലിൽ കിടക്കുന്നു. ഇതിനകത്ത് പണം ഉണ്ടാക്കുന്ന ആൾക്കാർ ആ കുടുംബം നശിച്ചാലും വേണ്ടില്ല, അങ്ങനെയുള്ളവരെ ബലിയാടാക്കിയിട്ട് ഇവരെ പള്ള വീർപ്പിക്കുക എന്നാണ് പറയുക. അത്ര വലിയ പണക്കാരായി ഈ ക്രിമിനൽസ് ആൾക്കാർ. ഇത് തീർച്ചയായിട്ടും പോലീസ് ഇതിൻ്റെ ബാക്ക് ബോൺ ഒടിക്കണം. ഒരു നെക്സസ് ആണിത്. അത് ഒരു നെക്സസ് മാത്രമല്ല, ഒരു 5-6 നെക്സസ് ഉണ്ട് ഇതിനകത്ത്. അത് പി അൻവർ അത് പറയുകയും ചെയ്തു. ഏതായാലും DGP തീരുമാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ് ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്, ഈ സ്വർണം വീണ്ടും പിടിക്കണം പോലീസ്. അത് നിർത്താൻ പോകുന്നില്ല. എന്നെ ആക്ഷേപം വന്നാലും ശരി, നിർത്താൻ പോകുന്നില്ല. നല്ല കാര്യം, പിടിക്കണം നമുക്കിത്. കാരണം പോലീസ് ഏകദേശം എത്ര കിലോ, എനിക്ക് 100-150 കിലോ, അല്ല 150 കിലോളം വന്നു എന്ന് പറയുന്നുണ്ട്. ഏകദേശം 188 കേസിനകത്താണ് അത് പിടിച്ചിരിക്കുന്നത്. എന്തായാലും നല്ല കാര്യം. പക്ഷേ നമ്മൾ ഉരുക്കാനും പിടിക്കാനും ഒന്നും പോകണ്ട. പിടിച്ച് അതേപടി അത് കോടതിയിൽ തൊണ്ടി അങ്ങ് ഹാജരാക്കിക്കോ. കാരണം ഇത് ബ്രേക്ക് ചെയ്തേ പറ്റുള്ളൂ. നമ്മുടെ എക്കണോമിയെ മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളെല്ലാം, പല കുടുംബങ്ങളും നാമാവശേഷമായിക്കൊണ്ടിരിക്കും. പല കുടുംബങ്ങളും അത്താണിയാളെ കൊന്നുകളയുന്നു, ചില മിസ്സിങ് ആവുന്നുണ്ട്.
അപ്പോൾ അതുപോലുള്ള സംഭവങ്ങൾ ഈ സ്വർണ്ണക്കടത്തിൻ്റെ പിന്നിലുണ്ട്. ഒരു ക്രിമിനാലിറ്റി വളരുകയാണ്. ചെറുപ്പക്കാർ മുഴുവൻ ഇതിനകത്ത് പണം വഹിച്ച് പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തിരുവല്ലയിലെ കാര്യം പറഞ്ഞു. അവിടെ 2 പയ്യന്മാർ അതിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവായി നിന്നെങ്കിൽ സ്വർണം പൊട്ടിയും ആ പൊട്ടിച്ചവരെ വീണ്ടും പൊട്ടിക്കാൻ പോകുന്ന ഗ്രൂപ്പാണ് അവർ, പണം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ബോൺ ഒടിച്ചേ പറ്റുള്ളൂ. ഗവൺമെൻറ്, DGP, ആഭ്യന്തര വകുപ്പ് കൃത്യമായി ഇതിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി. ജോർജ് ജോസഫ് വളരെ നന്ദി. ശ്രീ മൊയ്തീൻകുട്ടി, എന്തായാലും ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ വെളിപ്പെടുത്തലൊക്കെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയും സർക്കാരും ഇത്തരം ഈ ഒരു വെളിപ്പെടുത്തൽ ഇത് പ്രതിയുടേതാണെങ്കിലും ഈ കേസിന്റെ പോക്ക് ശരിയല്ല, ഇഴഞ്ഞാണ്. ഈ അന്വേഷണം 3 വർഷം കഴിഞ്ഞിട്ടും എങ്ങും എത്തിയില്ല. അപ്പോൾ ഗൗരവത്തോടുകൂടി കാണുക തന്നെ വേണം. കുടുംബങ്ങൾക്ക് നീതി ഉറപ്പാക്കുകയും വേണം.